ഹലോ ഗുയ്സ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ആർക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ്. ഞാനിങ്ങനെ ഒരു തെറിസിനോടെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു തെറിസിനോടെ കിട്ടി. ഇതാണ് 90 ലെവൽ ഉള്ള ഒരു തെറിസി. നമുക്കിനി ഒന്ന് ടീം ചെയ്തേക്കാമോ? ഇവിടെ കുറച്ച് ആളെ കണ്ടോ തെറിസിനൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ ഓടിച്ചു വിട്ടുക. ഇതിൻ്റെ അടുത്ത് കുറച്ച് എണ്ണമുണ്ടേ. നമ്മുടെ തെറിസിനോൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ 90. ഓക്കെ, റാപ്റ്റർ അവന്മാർ ലാഗാണ്. എന്താണ് ചത്തു. ലാഗ് കാരണം ഇത് കാണിച്ചതാ. അവനാണ് എൻ്റെ അവനെ എന്തോ ഡേഞ്ചർ കൊണ്ടുപോയി. ഓക്കെ, എൻ്റെ മേത്ത് കയറി പിന്നെ ഫുൾ ടൈം നമ്മൾ എയറില്ല. നമ്മൾ നിന്നിടത്ത് കണ്ടുപോയി ഒരു റാപ്റ്ററാണ് കൊണ്ടുവന്നത്. നമ്മൾ മിക്കവാറും അവിടെ നിന്ന് ചത്തേനെ. ആ തെറിയെ കാണുന്നുണ്ട്. ലാഗ് പോയത് അതേക്ക് നമുക്ക് അങ്ങോട്ട് പോയി തെറീനെ തെറി മോനെ തെറിസിനോ മോനെ മക്കളെ വാടാ. ഒയ്യോ, അത്തറി അങ്ങോട്ടൊന്നും പോവാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ എന്നാ ചെയ്യും? എനിക്കാണ് ലാഗ് ഓടിക്കുന്നത്. ഇവൻ്റെ അടുത്ത് വരുമ്പോൾ ലാഗ്. ഞാൻ അടിക്കാൻ നോക്കിയിട്ടത് ഒരു അയ്യോ, ഇതല്ല നമ്മുടെ തെറി. ഇതല്ല നമ്മുടെ തെറി. നമ്മുടെ തെറിയെ കിട്ടി. ഓക്കെ,
ഒരടി കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട്. അത് നമ്മൾ പുറകിൽ നിന്ന് വരുന്നുണ്ടോ? ഒരു ബോസിലും ഇല്ലടാ പോയി. അത് നിന്റെ ആടാ ഞാൻ അടിച്ച്. രാത്രിയോ ഈ വാട നമ്മുടെ കല്ലുന്തി. ഒന്നും കാണുന്നില്ല. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ. ഇതാണ് തോന്നുന്നു. ഇവിടെ ലാൻഡ് ചെയ്യും. അതെന്താണ്? എന്നെ ഒന്നും പേടിപ്പിക്കില്ലേ. നമ്മളിനി കാണും. അതാണ് നമ്മുടെ തെറി. ഓ, ഒന്നും കാണുന്നുമില്ല. ഈ രാത്രി ഒന്ന് മാറി കിട്ടുമെങ്കിൽ നമുക്ക്. സമയം എത്രയായി? ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഓ, 1 മണിയാണ്. 1 മണിക്ക് 1 മണിയല്ല 2 മണിയാവുന്നു. ഈ സമയത്ത് കളിക്കാന്ന് പറഞ്ഞു വെച്ച്. ഓ, രാത്രിയിൽ നമുക്ക് വേണ്ട കറി ഇവനാണ്. അതെ അതെ അതെ. ഓക്കെ, നിന്ന് വന്നിട്ടുണ്ട്. അവൻ തലേങ്ങ. അയ്യോ, അവനെന്ത് ചെയ്യും? ആ, നമ്മളുടെ ഇങ്ങോട്ടോ പോയി. മിസ്. അവൻ ഓടുവാണോ? ഓടുവാണോ? അല്ല, അവൻ നമ്മളെ പറ്റിച്ചു. ആ, കൊണ്ടു. ഏതാ അവൻ? നമ്മളെ പറ്റിക്കുവാണോ മിസ്? മോനെ, നീ നിറച്ച തല വെച്ചോണ്ട് നിന്നേ. എനിക്കിപ്പോ അറ്റത്തോട്ട് പോകും, പേടിയാണ്. അവൻ്റെ ടോർപ്പോട്ടി എത്ര ആയെന്നും അറിയത്തില്ല. അത് മിക്കവാറും അവനല്ല. അയ്യോ, മാറിപ്പോയേ. നീ അവനും എൻ്റെ പറയും. ആ, സൂപ്പർ. അപ്പം ഗൂസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. നമ്മുടെ ഒന്ന് ക്രാഷായി. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഞാൻ രാവിലെ ആക്കിയിട്ട് കാണിക്കാം. ഈ കാണാതെ നമ്മൾ ഈ വരുന്ന അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതേ 1 മണി. ഞാൻ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എൻ്റെ അകത്ത് അത്യാവശ്യം സമയം നോക്കല്ല അടിച്ചാൽ. അവൻ്റെ ടോർപ്പെറ്റ് ഒട്ടും ഇല്ല.
അത് കൊണ്ടുപോയില്ല. സൂപ്പർ. ഇവനെ എനിക്ക് രണ്ടുപേരും ഉണ്ടല്ലോ. ഓ ആ കൊണ്ട് ശരി. അയ്യോ ദേ രണ്ടുപേരും. ഒരാൾ വന്നാൽ അതുപോലെ നിൽക്കുവാണ് നമുക്ക്. ഇമാരെന്നെ രണ്ടും ഒരുപോലെ ഇമാരോടാൻ നോക്കി. ഒരുത്തൻ ഓടുമ്പോ ഞാൻ ഒരുത്തൻ അവന്മാർ രണ്ടുപേരും തിരിച്ചു വരും. തന്നെ ഇമാരെന്നെ കളിക്കുന്ന. ഓ മാറിക്കളയാതാ തെറിയേ. ആ അത് അതിൻ്റെ ഇതിലെവിടെയോ പോയി. അവൻ പോവാണ്. അവൻ വരുന്നുണ്ട്. ഓക്കെ. അവൻ വീഴാറായി തോന്നുന്നു. ഓ അവൻ വീണു പോയി. നമുക്കിനി ഇവനെ അങ്ങോട്ട് ഇവനെ നോക്കണം നോക്കിയ വേണ്ട വേണമായിട്ടൊന്നുമല്ല. ഇവൻ നമ്മുടെ ടീമിന് വലിയ വിഷയമാണ്. ഇത് കണ്ടില്ല, ഇവനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരുണ്ടല്ലോ ഇവൻ നമ്മൾ മിക്കവാറും പണി. ഇനി ഇറങ്ങി എനിക്ക് കൊല്ലണമെന്നുണ്ട്. അത് ടെറാനോടെല്ലാം ഞാൻ നിൽക്കൂ. നമുക്ക് തെറിക്ക് ആവശ്യമുള്ള കിബിൾ ഉണ്ടെന്ന് എടുത്തേക്കാം. ഈ സാധനം ഞാൻ മറ്റേ ഇത് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാ. ഇത് നമുക്ക് കിബിളൊക്കെ എടുക്കാൻ നല്ല ഇതാണില്ലേ. നമുക്കെല്ലാം മേടിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇതിന് കൊടുക്കുന്ന മെഗലാസോറസിൻ്റെ അക്സെപ്റ്റ്. 3 കിട്ടിയേ. പിക്കപ്പ്. നമുക്കിനിയും നമ്മുടെ കയറിയിട്ട് മോനെ ഒരു വിഷയമില്ലല്ലോ. അവനൊരു വിഷയമില്ല. നമുക്കങ്ങോട്ട് പോയിട്ട് കിടക്കുന്നവൻ്റെ ഇൻവെൻട്രിയിലേക്ക് കുറച്ച് വിഷയമൊന്നുമില്ല. വിഷയമാണെങ്കിൽ നമുക്ക് ചെയ്യ വിഷയമില്ല. വിഷയമില്ല. ആദ്യം ഷൂട്ടിംഗ് ബാബു ഫസ്റ്റ് മുഖ്യം ബീല്. ആരാണ്? എന്താണ്? ഓ കോമ്പി. അടുത്ത എന്ത് ചെയ്യും? ടെറാനോടാ. എൻ്റെ പൊന്നു കോമ്പിയെ, നിനക്കൊക്കെ എന്തിനാണ്? നമുക്ക് ഇവനെ തട്ടാം. എടാ ഇവൻ വലിയ വിഷയക്കാരനാണ് കേട്ടോ. ഫസ്റ്റ് ഗിയർ പോലും എടുക്കാറായില്ലേ. ആണെങ്കിൽ അങ്ങ് പോവുകയാണ്. എൻ്റെ തെറസിനോ ശരിക്കില്ലേ. എൻ്റെ 10x സൂതിപ്പാവും തിന്നിട്ട് നീ എന്നെ ടൈം ആകാതിരുന്നുണ്ടല്ലോ. കിബിള് ഞാൻ എത്ര വേണേലും തരാം. ആ തെറീനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കൊല്ലാൻ പോവാണ്.
നീ വന്നേരെങ്കിൽ അല്ല പിന്നെ കുറെ നേരമായി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട്. അവനാണ് ഇത്രയും പണി തന്നത്. ചെറുക്കനെ നമുക്ക് കുറച്ച് പ്രൈമേറ്റൊക്കെ കൊണ്ട് കുറച്ച് ചെയ്യാം, ഒരു വിഷയമില്ല. അപ്പുറത്ത് ഒരു സ്പൈനുണ്ട്, വിഷയമാണ്. ഇങ്ങോട്ടും എല്ലാം വന്നാണ്ടല്ലോ തെറിസിനോന്ന് തോന്നുന്നു, നമ്മളും തീർന്നു. എൻ്റെ ടെറാനോടലും തീർന്നു. ഇത് വേറെ ടെറാനോടല്ല. ഇതെന്ത് സ്ലോയിലാണ് കിടന്നത് പൊന്നോ. എൻ്റെ ഫുഡ് കുറത്തേ ഇല്ലേ എൻ്റെ പൊന്നു കുയിസ്, ഇത് കണ്ടോ? മാനുവൽ സേവ് ലീവ് ആർക്ക്. നമുക്ക് മറ്റേ രീതി ഒന്ന് സേവ് ചെയ്യാം, ആവശ്യം വരും. ഇത്ര കണ്ടല്ലോ, ഞാൻ ഇനിയും ടൈം ചെയ്തിട്ട് കാണിക്കുക പോരെ. ഇത്രയും നമ്മൾ കുറെ ചെയ്തു. ഇവൻ്റെ ഇനിയും വേറെ ഫുഡ് പറയുന്നില്ല. ഇനിയും 2-3 ഫീഡും കണ്ടെടുക്കണം, വലിയ വിഷയമാണ്. ഫുഡ് ഒട്ടും കുറയുന്നില്ല. ഞാൻ വേറെ മെത്തേഡ് നോക്കണ്ടായിരുന്നു. നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കണ്ട റെസിപ്പി ഒന്നും. സ്ലീപ്പിംഗ് ബാഗ്, ഓക്കെ. സ്ലീപ്പിംഗ് ബാഗ് തേക്ക്. ഓ, ഫൈബർ വേണം. ഫൈബർ ഫൈബർ ഇതെണ്ണം കിട്ടി. ബേസിൻ്റെ അടുത്തൊന്നും അല്ലാത്തതുകൊണ്ട് എന്നാ കഷ്ടപ്പാടാണ്. എടുത്തു. ഓ വേണ്ട പൈസ, അതായിക്കോളും. ആയിക്കോളുമായിരിക്കും എന്ന് വിശ്വസിക്കാം. നമ്മുടെ ഈ ടെറാനോറിൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റ്സ് ഒക്കെ കാണിക്കാം. ഇത് കണ്ടോ, ഇത് നല്ല ഹെൽത്ത് ഉണ്ട്, സ്റ്റാമിന വലിയ കുഴപ്പമില്ല, പിന്നെ വെയിറ്റ് ഇച്ചിരി കുറവാണ്, ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. സ്പീഡ് അത്യാവശ്യമുണ്ട്, എന്തോ വലിയ കുഴപ്പമില്ല. സ്റ്റാമിന ഒരു 2000 ആക്കണം. 2000 ആക്കി കഴിഞ്ഞാൽ മൊത്തം ചുറ്റാം. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ബഗ്ഗാണെന്ന് പറഞ്ഞൂടെ, ടീമിൽ നിന്ന് എല്ലാ ക്രീച്ചറിനും ഇല്ലേ നമ്മൾ ഒരു ലെവലുള്ള ക്രീച്ചറിൻ്റെ ഇതൊക്കെയാണ് വരുന്നത്. ആ അതാരാ? ഓ ഡിലോയോ. ടെറാനോറിന് ഒരു അടി കിട്ടിയത് ഇന്ത്യ വരും. ഇതേ പാറപ്പുറത്ത് പോയി. ഇതിൻ്റെ എത്ര ആയി? ഓക്കെ, അത് ടൈം ആയിക്കണം, ഒരു വിഷയമില്ല. ഒരു 120 കിട്ടുക, അത്ര അല്ല 130. ഞാൻ കുറേ കാണാത്ര ഇട്ടേച്ച് പോയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, ഒരു ടൈം ആകുമോന്ന്. ഇതിനുള്ള സാഡിലൊക്കെ നല്ല കിണ്ണം സാഡിലാണ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചത്, നല്ല കിണ്ണം കാച്ചി സാഡിൽ.
എനിക്ക് ആദ്യമേ കിട്ടിയതാ. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ 2000 വീട് വേണമായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ അത് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വന്ന് ടൈം ചെയ്ത. പക്ഷെ അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ലെവലിപ്പോൾ 66 ഉള്ളതുകൊണ്ട് കാണിച്ചു തരാം. ഇതുണ്ട്, ഒരു തെരസുനോട് 69 കിട്ടും. ഞാൻ ഉടനെ ലെവൽ ഗ്രൈൻഡിങ്ങിന് പോകുന്നുമുണ്ട്. വെറുതെ നമ്മൾ 2000 ഹൈഡ് കൊണ്ട് 2000 ഹൈഡ്. അതിൻ്റെ ഒപ്പം എത്രയോ 300 മെറ്റലും. വെറുതെ കിട്ടുമോ ഇതൊക്കെ? എന്ത് തെരസിനോ? ഇവനെ നമുക്ക് പണിയെടുപ്പിച്ചൊന്ന് ഇതാക്കണം. പിന്നെ ന്യൂട്രലിട്ട് നമുക്ക് അങ്ങോട്ട് ന്യൂട്രലിൽ ഇട്ടിട്ട് നമുക്ക് അവിടെ കറങ്ങാൻ വിടാം. അവനെ അടി വന്നാലും ഒരു കുഴപ്പമില്ല, അവൻ ചാവത്തുമില്ല. അവിടെ അത്യാവശ്യം വലിയ സാധനം വന്നാൽ പോലും ഇവനൊരു കുഴപ്പമില്ല. ഇവൻ തിരിച്ച് ഫൈറ്റ് ചെയ്ത് അവിടെ നിന്നോളും. ഇവൻ ബെറി കളക്ട് ചെയ്യും, ഹൈഡ് കളക്ട് ചെയ്യും, മീറ്റ് കളക്ട് ചെയ്യും, എല്ലാം കളക്ട് ചെയ്യും. സ്റ്റോണും മെറ്റലും മാത്രം കളക്ട് ചെയ്യും, ബാക്കിയെല്ലാം കളക്ട് ചെയ്യും. വിഷയൊരു ടീമാണ്. നമ്മളടുത്ത ചിലപ്പോൾ സ്പൈനോ ഞാൻ കാണിച്ചു തരുന്ന നേരം നമ്മുടെ സ്പൈനോണ്ട് സാഡി അൺലോക്ക് അറിയും. ഞാൻ പറഞ്ഞ ലെവൽ ഗ്രീൻ ഞാൻ ചെയ്യുന്നു. നമുക്ക് ആ സ്പൈനുണ്ട് സാഡിൻ്റെ അപ്പുറത്ത് കാണിക്കും ഒരു സ്പൈനൊന്നും. സ്പൈനിനെ ടീമായിട്ട് വിഷയമാണ് ആക്കണം. സ്പൈനൊക്കെ വിഷയ ഒരു ടീമുണ്ട്. ഓക്കെ, ഇപ്പം ടൈമായി. ഓക്കെ, ഇവനെ നോട്ട് ഇടാം. അങ്ങോട്ട് ഫോളോ വേണ്ട, സ്റ്റോപ്പ്. അത് നേരെ ബേസ്. ഇപ്പം നമ്മുടെ ബേസ് ബേസ് അവിടെയാണ്. റെഡ് ഡ്യൂപ്ലെക്സ് നോക്കി പോയാൽ മതി. ബേസിൽ ചെന്നിട്ട് കാണിക്കുന്നത്. ഹലോ ബീസ്, പിന്നെ നമ്മൾ വന്നിരിക്കുന്നു. നമ്മളെ തെരച്ചിനോനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ സൈഡ് ഡൈൻ ചെയ്യുമ്പം ഇത് കുറേ പെറികളാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല. സൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഫൈബർ കിട്ടും. അടുത്ത് പോയിക്കണം ഫൈബറാണ്. ഇനി അറ്റാക്കിന് എനിക്ക് ജീവികളൊന്നുമില്ലേ ഈ സ്ഥലത്ത്? അതാണ് വിഷയം. എന്തായാലും ഓട് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ സ്വൈപ്പ് അപ്പ് ചെയ്ത് ഞാൻ ചെയ്യുമ്പോൾ കണ്ടോ മീറ്റുകൾ. ഓക്കെ, ഇവിടെ ആമോ മാത്രമേ ഉള്ളൂ നല്ലപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ നല്ലപോലെ ഹൈഡും കളക്ട് ചെയ്യും. ഒരു ടൈമാണ്. നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൊണ്ട് വന്നപ്പോൾ കാണാനും ഇവൻ എന്തൊക്കെയാ കാണിച്ചതെന്ന് ഞാൻ റീകോൾ ചെയ്തപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കണ്ടു കാണും. ഞാൻ കയറിയപ്പോൾ ഇവിടെ റീകോൾ ചെയ്തൊന്ന് കാണണം. ഇവനുണ്ടല്ലോ ഇവിടെ നിന്നിട്ട് ചുമ്മാ അറ്റാക്ക് ചെയ്യുന്ന മുഖം കാണിച്ചിട്ട് കയറി. അവിടെ മിക്കവാറും ഒരു അറ്റാക്ക് കിട്ടിക്കാണും. അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ റീകോൾ ചെയ്തായിരിക്കും. അതായിരിക്കും ഇവൻ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു.
ഇപ്പം കുറേ ബഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മുടെ കീബിളെല്ലാം. പക്ഷെ റീകോൾ ചെയ്തെടുക്കുമ്പോൾ ഇതൊന്നും വരാതിരിക്കണ്ടേ. പിന്നെ ഞാൻ ഇതിൻ്റെ ലെവൽ കാണിച്ചത്. ഇത് കണ്ടോ, 20 ലെവൽ പഠിച്ച അടുത്ത ലെവലാകാൻ. അതൊക്കെ എന്നാ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയേ. ഇത് കണ്ടോ, നമ്മൾ ആദ്യം ടൈം ചെയ്ത് ഇവൻ്റെയൊക്കെ അടുത്ത ലെവലാണെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഇനി 2150 XP വേണം. നമ്മുടെ റാപ്റ്റർ അല്ലേ. കണ്ടോ, റാപ്റ്ററിന് തന്നെ 1000 ഇത് വേണം. പിന്നെ പുതിയ ടെറാനോടൻ, നമ്മുടെ പഴയ ടെറാനോടൻ വരാം. ഇവനും കണ്ടോ 1000 ഇത്ര വേണം. പക്ഷേ പുതിയ ടെറാനോടന് എന്ത് ചെയ്യാം 500 മതി. അതന്നെ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ കമൻറ്റിൽ പറഞ്ഞായിരുന്നു. എന്തായാലും ബഗ്ഗാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ അടുത്ത ടൈം ചെയ്ത് എല്ലാത്തിനും ഉണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം കണ്ടില്ലേ. മാമ്പത്തിന് ഞാൻ കുറേ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് അതിന് 500 1000-ൻ്റെ അടുത്ത് എത്താറായി. പക്ഷെ മാമത്തിന് ടൈം ചെയ്തപ്പോൾ നമ്മൾ ആദ്യമേ കാണിച്ചപ്പോൾ കണ്ടില്ലേ, ഇവിടെ 2 മരം മേടിച്ചപ്പോഴേ അവന് ലെവലപ്പ് കിട്ടി. അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഇത് തെറിയാണ്. ഓക്കെ ബൈ.